ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നെല്ലിക്ക കൊണ്ട് ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നെല്ലിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നെല്ലിക്ക പതിവായി കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദഹന വ്യവസ്ഥയ്ക്ക് സഹായിക്കും, പിന്നെ മലബന്ധം തടയും, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ നെല്ലിക്ക. ആ നെല്ലിക്ക പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഉപ്പിലിട്ട് വെച്ച് കഴിക്കും, ചിലരത് നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് കഴിക്കാറുണ്ട്, പിന്നെ തേനുമായിട്ട് നെല്ലിക്ക കഴിക്കാറുണ്ട്, ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ നെല്ലിക്ക കഴിക്കാറുണ്ട്. നെല്ലിക്ക ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് സ്ത്രീകൾക്ക് മുടി വളരാനും ഒക്കെ നെല്ലിക്ക സഹായിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നെല്ലിക്ക ഫസ്റ്റ് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ച് ഈ നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ആവി കയറി ഒന്ന് വെന്തൊന്ന് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നെല്ലിക്ക എല്ലാം ദേ ഇങ്ങനെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ അല്ലികളും ദേ ഇങ്ങനെ അടന്നടന്ന് വന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്കും നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിച്ചാൽ അച്ചാർ ഒരുപാട് നാളിരിക്കും കേടുകൂടാതെ. അപ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുന്നുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവായും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലേ പൊടികൾ ഇടുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം തിളപ്പിച്ച് വേണേൽ നമുക്ക് ഒഴിക്കാം ആവശ്യത്തിന്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ നെല്ലിക്ക ആവി കയറ്റിയില്ലേ, ആ ആവി കയറ്റാൻ വെച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നെല്ലിക്കയുടെ കുറെയെല്ലാം സത്ത വെള്ളത്തിലുണ്ട്. ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. അതിവിടെ ഞാനൊരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തീയൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിക്കാം. ഇപ്പോൾ നല്ലതുപോലെ ദേ ഒന്ന് തിളച്ച് കണ്ടോ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി സാധാരണ തിളപ്പിച്ചാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഈ തിളച്ച ഗ്രേവിയിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പുളിയില്ല, അച്ചാറിന് പുളിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വിനാഗിരി വേറെ ഒന്ന് തിളപ്പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം ഒന്നുകൂടെ പുളി ആയിക്കോളും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുകയാണേ. എന്നിട്ട് ആവശ്യത്തിന് പുളിയും ഉപ്പുമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ വേണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തിട്ട് മാത്രമേ കുപ്പികളിൽ സൂക്ഷിച്ചു വെക്കാവുള്ള, ചൂടോടെ എടുത്ത് വെച്ചേക്കരുത്, പെട്ടെന്ന് നമ്മുടെ അച്ചാർ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതായത് ആ നെല്ലിക്കയിലേക്ക് ഈ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ചേർന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം 10 മിനിറ്റ്. അപ്പോൾ ഗായ്സ്, നമ്മളുടെ അച്ചാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ഗ്ലാസ് ബൗളിലേക്കാണ് മാറ്റുന്നത്. ഉണ്ടോ, പ്ലാസ്റ്റിക് കുപ്പികളിൽ കഴിവതും അച്ചാറുകൾ വെക്കാതിരിക്കുക. ഒരു ഗ്ലാസ് ബൗളിലാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഈ ബൗളിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അച്ചാർ മാറ്റി കൊടുക്കാം. ഇനി ഈ അച്ചാർ ഒരുപാട് നാളത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നല്ലെണ്ണ ചൂടാക്കി മുകളിലായിട്ട് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്ത് വെച്ചിരുന്നാൽ കുറച്ച് നാളധികം കേടുകൂടാതെ തന്നെ ഇരിക്കും. ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നല്ലെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങനെ ചെയ്യാത്തത് വേറൊന്നുമല്ല, ഈ അച്ചാർ പെട്ടെന്ന് തന്നെ ഇവിടെ കാലിയാകും. എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളായാലും പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചു തീർക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരുപാട് നാൾ വെച്ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ ദേ ഇത് ഈ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ദേ ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ചൂട് ചോറുമായിട്ട് ഈ ഒരു അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.